അംഗനവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിനെതിരെ വനിതാ ശിശുവികസന ഡയറക്ടർ. സമരം ചെയ്യുന്ന ജീവനക്കാർക്ക് ഓണറേറിയം നൽകില്ലെന്ന് ഡയറക്ടർ. അംഗനവാടി പ്രവർത്തനം തടസ്സപ്പെട്ടാൽ ജീവനക്കാർക്കെതിരെ നടപടിയെന്നും മുന്നറിയിപ്പ്. ആശാവർക്കർമാർക്ക് പിന്നാലെ സമരത്തിനിറങ്ങിയ അംഗനവാടി ജീവനക്കാർക്കെതിരെയും പ്രതികാര നടപടിയുമായി സർക്കാർ. സമരം ചെയ്യുന്നവർക്ക് ഓണറേറിയം നൽകേണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വനിതാ ശിശുവികസന ഡയറക്ടർ ഉത്തരവിറക്കി. അനിശ്ചിതകാല സമരം തുടർന്നാൽ മറ്റു നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു വിഭാഗം അംഗനവാടി ജീവനക്കാർ മാർച്ച് 17 മുതൽ അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഓണറേറിയം ആയിട്ട് ഞങ്ങൾക്ക് തരുന്നത് ഇപ്പോൾ 12,500 രൂപയാണ്. 13,000 അതിൽ 500 രൂപ പിടിച്ചിട്ട് 12,500 ഞങ്ങൾക്ക് തരുന്നത്. അത് മാറ്റി ഞങ്ങൾക്ക് ഒന്നിച്ച് 21,000 രൂപ നൽകണമെന്നുള്ളതാണ്. അതായത് ഡെയിലി 700 രൂപ. ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ആവശ്യമായ മിനിമം വേതനമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള പോഷകാഹാരത്തിന്റെ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ അംഗനവാടികൾ അടച്ചിടരുതെന്ന നിർദ്ദേശം നൽകണമെന്ന് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രീ സ്കൂൾ പഠനം നിലയ്ക്കുന്ന രീതിയിൽ സമരം ചെയ്താൽ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചത്. അംഗനവാടി ജീവനക്കാരുടെ മിനിമം വേതനം 21,000 രൂപയാക്കുക, വേതനം ഒറ്റത്തവണയായി നൽകുക, ഉത്സവ ബത്ത 5,000 രൂപയാക്കുക, ESI ആനുകൂല്യം നടപ്പാക്കുക, റിട്ടയർമെന്റ് ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാപ്പകൽ സമരം. 21,000 രൂപ വർക്കർക്കും ഹെൽപ്പർക്ക് 18,000 രൂപയും നൽകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സമരത്തിന്റെ ഏറ്റവും പ്രഥമമായ ആവശ്യം. അതുകൂടാതെ ഞങ്ങൾക്ക് ESI ആനുകൂല്യം വേണം. ഗ്രാറ്റുവിറ്റി പിരിഞ്ഞു വന്ന 40-45 വർഷം ഞങ്ങൾ ഇവിടെ അംഗൻവാടിയിൽ ജീവിതം ഹോമിച്ചിട്ട് ഞങ്ങൾ വെറും കൈയോടെയാണ് ഇറങ്ങിപ്പോകുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന ഈ 13,000 രൂപയിൽ നിന്ന് 500 രൂപ പിടിച്ച പൈസ ഈ 21 മുതൽ വിരമിച്ച ഒരാൾക്കും കൊടുത്തിട്ടില്ല. സമരത്തിന് മുന്നോടിയായി മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ വിവിധ യൂണിയൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമുണ്ടായില്ല. ജനം, തിരുവനന്തപുരം.